SFIയുടേത് പ്രാകൃത രാഷ്ട്രീയമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് മറുപടിയുമായി CPIഎമ്മും SFIയും വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഭരണാധികാരികളുടെ തണലിൽ വളർന്ന സംഘടനയല്ല SFI എന്നും തിരുത്താൻ SFIക്ക് അറിയാമെന്നും AK ബാലൻ പ്രതികരിച്ചു. വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത്. ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. SFI തിരുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം SFIയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണത്. AK ബാലൻ എന്നെ വിമർശിക്കില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. SFI പുത്തൻ തലമുറയിൽ നീതിബോധത്തിൻ്റെയും നേരിൻ്റെയും പതാക പറപ്പിക്കേണ്ട പ്രസ്ഥാനമാണ് എന്ന് ബോധ്യമുള്ള സഖാവായിട്ട് ഒരു മുൻ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ട് ഞാൻ പറയുകയാണ്. SFIക്കകത്ത് ആവശ്യമായ തിരുത്തൽ വേണം. SFIയെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഉറച്ച അഭിപ്രായമാണത്. അത് SFI വിരോധമല്ല. പിന്നെ ബാല്യം ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം, നല്ലവണ്ണം അറിയാം. എന്തെല്ലാം ബാലൻ എങ്ങനെയെല്ലാം പറഞ്ഞാലും അതിനകത്ത് ഞാൻ പ്രകോപിതനാവില്ല. എനിക്കിതേ പറയാനുള്ളൂ. അജീഷ് ശേഖുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിമർശനം ഉള്ളിൽ നിന്നാണെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് താൻ പറയുന്നത് എന്ന് AK ബാലൻ പറയുന്നുണ്ടായിരുന്നു. ഇത് മുന്നണിക്കകത്തെ ഒരു തർക്കമായി വളരുന്നുണ്ടോ? ഈ കൊയിലാണ്ടിയിലെ സംഭവം നമുക്ക് മുമ്പിലുണ്ട്, കാര്യവട്ടത്തെ സംഭവം നമുക്ക് മുമ്പിലുണ്ട്, അതിനിടയിൽ ഇപ്പോൾ SFI ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രതികരണം നമുക്ക് മുമ്പിലുണ്ട്. ഇത് മുന്നണിക്കകത്തെ ഒരു പ്രശ്നമായി വളരുന്നുണ്ടോ അജീഷ് ശേഖുമാർ? രഞ്ജിത്ത്, ഈ മുന്നണിക്കകത്ത് നിന്ന് CPMന്റെ പോഷക സംഘടനകളെയും വിമർശിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് AK ബാലന്റെ ഇന്നത്തെ ഈ ഒരു വിമർശനം. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഈ ബിനോയ് വിശ്വമാണ് SFIയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത്. പ്രാകൃതമായ രാഷ്ട്രീയമാണ് SFIക്കുള്ളത്, അവർ തിരുത്തണം അല്ലെങ്കിൽ മുന്നണിക്ക് ബാധ്യതയാകും. അത് മാത്രമല്ല, SFI ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ളവരുടെ രാഷ്ട്രീയം, അവരുടെ ആശയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നതല്ല എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ ഉന്നയിച്ചത്. അതിന് പിന്നാലെ CPIയുടെ പോഷക വിദ്യാർത്ഥി സംഘടനയായ ASFും മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പോലും രംഗത്തെത്തിയിരുന്നു. SFIയെ തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആരോടൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് പോലും ASFന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറയുന്നു. ഇതിന് പിന്നാലെയാണ് CPMന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെയും CPIക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മുന്നണിക്കകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും SFIയെ വേട്ടയാടി രക്തം കുടിക്കാമെന്ന് വിചാരിക്കേണ്ട. SFIക്ക് തിരുത്താനുള്ളത് അവർക്ക് സ്വയം തിരുത്താൻ അറിയാം. അവർ ഭരണമുന്നണിയുടെ തണലിൽ വളർന്നു വന്ന സംഘടനയല്ല. താനടക്കമുള്ള നേതാക്കൾ SFIയിലൂടെയാണ് പരുവപ്പെട്ടത്, രൂപപ്പെട്ടത്, രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് AK ബാലൻ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഷ കടുത്ത ഭാഷയായിരുന്നു CPIക്കെതിരെയുള്ള വിമർശനം. പക്ഷേ ഇതിന് മറുപടിയായിട്ടും ബിനോയ് വിശ്വം മറുപടി നൽകിയിരുന്നു. അതായത് AK ബാലൻ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വർഷങ്ങളായുള്ള ബന്ധമാണ് AK ബാലനുമായിട്ടുള്ളത്. പക്ഷേ SFI തിരുത്തണമെന്നൊരു ആവശ്യത്തിൽ ബിനോയ് വിശ്വവും CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ശരി, അജീഷ് ശേഖുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.